ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചി കാറ് നോക്കാൻ വന്നു. കാറ് കണ്ട് സച്ചിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ കടക്കാരൻ പറഞ്ഞു, കുറച്ച് ദിവസം മുന്നേ വന്നതേ ഉള്ളൂ, ഒരുപാട് ഓടിയ വണ്ടിയൊന്നുമല്ല, നല്ല വണ്ടിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിക്ക് ഭയങ്കര അങ്ങ് ഇഷ്ടമായി. സച്ചി അതെല്ലാം നോക്കി കഴിഞ്ഞപ്പോൾ അതിലേറെ ഇഷ്ടമായി. അത് കഴിഞ്ഞപ്പോൾ നിനക്ക് വണ്ടി ഇഷ്ടമായോടാ ഈ ചെയ്യുന്ന ചോദിക്കുമ്പോൾ എനിക്കത് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ നമുക്ക് രേവതിയോട് പറയണ്ടേന്ന് ചോദിച്ചു. നീ വേഗം രേവതിയെ വിളിക്കാൻ പറഞ്ഞു. സച്ചി ഫോൺ എടുത്ത് രേവതിയെ വിളിച്ചു. അപ്പോൾ രേവതി, ഹലോ സച്ചേട്ടാ, എന്താണെന്ന് ചോദിച്ചു. നീ എവിടെയുള്ള, വീട്ടിലാണോ എന്ന് ചോദിച്ചു. അതെ സച്ചേട്ടാ, അതെ, കാർ വാങ്ങാൻ സെക്കൻഡ് ഹാൻഡ് ഷോറൂമിലാണ് ഉള്ളത്, നീ അങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ എന്താ കാര്യമെന്ന് ചോദിച്ചു. എന്താ കാര്യമെന്നോ, നീ എന്തേ ചോദിക്കുന്നേ? ഒരു കാർ വാങ്ങിച്ച് വാടകയ്ക്ക് കൊടുക്കണമെന്നാ പറഞ്ഞ ആൾ നീ തന്നെയല്ലേന്ന് ചോദിച്ചേ. ഞാൻ ഒരു 2 കാർ നോക്കി വെച്ചിട്ടുണ്ട്, അതിൽ നിനക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാം, നീ വാ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതെ, ഈ 2 കാറിലും നിനക്ക് ഏത് കാറാടാ ഇഷ്ടപ്പെട്ടത് എന്ന് ഈച്ച സച്ചിയോട് ചോദിക്കുമ്പം അത് പിന്നെ എനിക്കിത് ഇത് ഇഷ്ടപ്പെട്ടടാന്ന് പറഞ്ഞു. ഇതാകുമ്പോൾ നമ്മുടെ വിലയിൽ ഒതുങ്ങുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ രേവതിക്കും ഇത് തന്നെയായിരിക്കും ഇഷ്ടപ്പെടുക അല്ലേന്ന് ചോദിച്ചാ. ഞാൻ മനസ്സിൽ വിചാരിക്കുന്നതിനും പറയുന്നതിനൊക്കെ നേരെ ഓപ്പോസിറ്റാണ് അവൾ പറയുന്നത്. അവൾക്ക് ഇഷ്ടമാകുക ദേ ഈ കാറായിരിക്കും എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ കാറ് കാണിച്ചു കൊടുത്തു. അങ്ങനെ സച്ചിയും ഈച്ചയും കൂടെ കാറ് നോക്കി നിൽക്കുമ്പോൾ തന്നെ രേവതി അങ്ങോട്ടേക്ക് വന്നു. രേവതി എത്തിയല്ലോ എന്ന് പറഞ്ഞ് സച്ചി ഓടി രേവതിയുടെ അടുത്തേക്ക് ചെല്ലുവാട്ടോ. അപ്പോൾ രേവതി വന്നു. മഴ ഒത്തിരി നനഞ്ഞോ നീ? ഇല്ല, ഞാൻ ഓട്ടോയിലാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഈ 2 കാറുകളാണ് നോക്കി വെച്ചിരിക്കുന്നത്, നിനക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അതെടുക്കാവെന്ന് പറഞ്ഞു. അന്നേരം സച്ചി 2 കാറും നല്ലത് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ 2 വാങ്ങിക്കാൻ പറ്റില്ലല്ലോ, ഏതെങ്കിലും ഒന്നല്ലേ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. നീച്ച സച്ചിയോട് പറയുമ്പോൾ, സച്ചേട്ടാ നമുക്കിപ്പോൾ കാറ് വാങ്ങിക്കണമെന്ന് ചോദിച്ചു. അതെന്തോ നീ ഇപ്പം അങ്ങനെ പറയുന്നേ? നീ തന്നെയല്ലേ കാറ് വാങ്ങിക്കാം, വാടകയ്ക്ക് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. അല്ല, ഇപ്പം തന്നെ വാങ്ങിക്കണമെന്നാണ് ഞാൻ ചോദിച്ചത്. സച്ചി പറഞ്ഞെന്നും നീ പറഞ്ഞെന്നും പറഞ്ഞല്ലേ രേവതി സച്ചി ഇങ്ങോട്ട് വന്നത്, പിന്നെ എന്തിനാ ഇപ്പോൾ വാങ്ങിക്കേണ്ടെന്ന് നീ പറയുന്നേ? നീച്ച നേരം രേവതിയോട് ചോദിക്കാം. കാറ് മേടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഇപ്പം മേടിക്കേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ എന്ന് ചോദിച്ചു. അതെന്താ ഇപ്പം മേടിച്ചാൽ കുഴപ്പമെന്ന് ചോദിച്ചു. ഇപ്പോഴത്തെ വീട്ടിലെ അവസ്ഥ സച്ചേട്ടൻ അറിയാലോ, അച്ഛനും അമ്മയും പരസ്പരം സംസാരിക്കുന്നില്ല. അപ്പം അതൊന്നും കാര്യമാക്കട്ടെ, അതൊക്കെ ശരിയായിക്കോളൂ എന്ന് ഈച്ച പറഞ്ഞു. അവരും മിണ്ടാത്തതിന് നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് സച്ചി അന്നേരം ചോദിച്ചു. വാശി കളയച്ച, അമ്മയോട് പോയി സംസാരിക്കച്ച, നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞു, അച്ഛനത് കേട്ടില്ലല്ലോ, പിന്നെ നമ്മളിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അച്ഛനോട് സംസാരിക്കുന്നത് ഞാനും ശ്രുതിയും വർഷയും ചെന്ന് അമ്മയോട് പറഞ്ഞു. എന്നിട്ട് അമ്മ അച്ഛനോട് സംസാരിച്ചോന്ന് ചോദിച്ചു. എവിടെന്നോ, എനിക്ക് നല്ല വഴക്ക് കിട്ടി, അത്ര തന്നെയെന്ന് പറഞ്ഞു. കുറച്ച് നാൾ കഴിയുമ്പോൾ അതൊക്കെ ശരിയായിക്കോളും രേവതി, 2 പേരും പരസ്പരം മിണ്ടുകയും ചെയ്തോളും, നമുക്ക് ഇന്ന് തന്നെ കാറ് മേടിക്കാം രേവതി എന്ന് സച്ചി പറയുമ്പോൾ അച്ഛൻ നല്ല വിഷമത്തിലല്ലേ സച്ചേട്ടാ? നേരെ വണ്ണം അച്ഛനൊന്നും ചിരിക്കുന്നത് പോലുമില്ല. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ കാറ് വാങ്ങിച്ചിട്ട് പോയാൽ നമ്മുടെ സന്തോഷത്തിൽ അച്ഛന് പങ്കു ചേരാൻ പറ്റുമോ എന്ന് രേവതി സച്ചിയോട് ചോദിക്കും കേട്ടോ. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നിങ്ങളുടെ ഏട്ടനോ, എന്നിട്ടൊന്നും സംഭവിക്കാത്തതുപോലെ സന്തോഷത്തോടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ജോലിക്ക് പോകുന്നില്ലേന്ന് ചോദിച്ചു. നമ്മൾ അവരെ പോലെ അല്ലല്ലോ എന്ന് രേവതി ചോദിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ സന്തോഷം മാത്രം കണ്ട് ജീവിക്കുന്നവരല്ലല്ലോ സച്ചേട്ടാ. ഇപ്പം സച്ചി ഇങ്ങനെ ഈച്ചയെ നോക്കണം. നമ്മുടെ സന്തോഷം എന്നാൽ അത് അച്ഛൻ്റെയും അമ്മയുടെയും മറ്റുള്ളവരുടെ എല്ലാവരുടെയും കൂടെ സന്തോഷമല്ലേ സച്ചേട്ടാന്ന് ചോദിച്ചു. ഇപ്പം നമ്മൾ കാറ് വാങ്ങിച്ചാൽ ആ സന്തോഷം കിട്ടില്ല സച്ചേട്ടാ, അത് കെട്ടുപോകും എന്ന് പറയുമ്പം സച്ചി അതിപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ശരിയാട്ടോ എന്ന് പറഞ്ഞു. ഈച്ചയും അച്ഛൻ്റെ അമ്മയുടെയും ഇടയിലുള്ള പ്രശ്നം സോൾവ് ചെയ്തിട്ട് കാറ് വാങ്ങിക്കാമെന്നാണോ നീ പറയുന്നതെന്ന് സച്ചി ചോദിക്കുമ്പം അതെ സച്ചേട്ടാ, ശരി അങ്ങനെ തന്നെ ചെയ്യാം. നിനക്കിത് ഏത് കാറാണ് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു. അപ്പോൾ നോക്കിക്കോളാൻ പറഞ്ഞു. രേവതി ഒന്ന് കാറ് നോക്കി. അപ്പോൾ സച്ചേട്ടാ ദേ ആ കാറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് സച്ചിയോട് രേവതി പറയുമ്പോൾ നീയല്ലേ പറഞ്ഞത്, നീ പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് രേവതി പറയുള്ളൂ, ഇപ്പം എങ്ങനെ ഇരിക്കുന്നെന്ന് ഈച്ച ചോദിക്കാം. നിങ്ങൾ തമ്മിൽ എല്ലാ കാര്യത്തിലും നല്ല മനപ്പൊരുത്തമാണെന്നും പറഞ്ഞ് ഈച്ച അന്നേരം അങ്ങനെ പറയാട്ടോ. അപ്പോൾ കാറ് മേടിച്ചുകൊണ്ട് വേറെ ആൾ കൊണ്ടുപോകില്ലേ എന്നിങ്ങനെ ഈച്ച ചോദിക്കുമ്പോൾ അപ്പം ഞങ്ങളിപ്പോൾ ഈ കാറ് മേടിക്കണമെങ്കിൽ അത് വേറൊരാൾ വിചാരിച്ചാലേ നടക്കുകയുള്ളൂ എന്ന് സച്ചി പറഞ്ഞു. അപ്പോൾ ആര് വിചാരിച്ചാലാണെന്ന് ചോദിക്കുക ഈച്ച. രേവതി ഇനി ഓട്ടോ പിടിച്ച് പൊക്കോ, മഴ നനയണ്ട കേട്ടോ, എനിക്കൊരിടം വരെ പോകാനുണ്ടേ എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ എവിടെ പോകാമെന്ന് ചോദിച്ചു. അത് ഞാൻ വീട്ടിലെത്തുമ്പോൾ നിനക്ക് മനസ്സിലായിക്കോളും, നീ പോ ചെല്ലെന്ന് പറഞ്ഞ് സച്ചി രേവതിയെ പറഞ്ഞയച്ചു. അത് കഴിഞ്ഞപ്പം എന്താണ് നിൻ്റെ മനസ്സിലെന്ന് ചോദിച്ചു. ഞാനൊരു കാര്യം തീരുമാനിച്ചു, ആ കിടക്കുന്ന സിൽവർ കാറും മതി, എന്തായാലും ഇന്ന് ഞാൻ എടുക്കുന്നില്ല, 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരുമെന്നും പറഞ്ഞു. അപ്പോൾ മറ്റേ നമ്മുടെ കടയിലെ ചേട്ടൻ വന്ന് ചോദിച്ചപ്പോഴാണ് സച്ചി ഇതൊക്കെ പറയുന്നത്. അപ്പോൾ വേറെ ആർക്കും കൊടുക്കരുതെന്ന് പറയുമ്പോൾ ഇല്ലടാ, നിനക്ക് ഇഷ്ടമുള്ള സമയത്ത് ഒന്ന് വാങ്ങിച്ചാൽ മതി, മറ്റാർക്കും കൊടുക്കില്ല എന്ന് ചേട്ടൻ സച്ചിയോട് പറഞ്ഞു കേട്ടോ. ഇങ്ങനെ എന്തായാലും നമ്മുടെ സച്ചി സെറ്റാക്കി. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ വർഷ അവിടെ ഒരു ഡബ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഡെലിവറി സീനാണെന്നും അതുപോലെ കൂടുതൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല, വളരെ ഇമോഷണലായിട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വർഷയ്ക്ക് ആ സീൻ പറഞ്ഞു. അപ്പോഴത്തേക്കും സീൻ കണ്ട് വർഷ കരഞ്ഞ് ഒക്കെ പറയുവാണ്. അപ്പോഴത്തേക്കും ഇത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ വർഷയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. വർഷ അവിടെ നിന്ന് ഒരു ഒറ്റ കരച്ചിൽ. അപ്പോഴത്തേക്കും ഡയറക്ടർ പേടിച്ചു പോയി. എന്ത് പറ്റി വർഷാന്ന് ചോദിച്ചു. ഒന്നുമില്ല സാർ എന്ന് പറഞ്ഞു.
അപ്പോൾ തനിക്ക് എന്താടാ പറ്റിയെന്ന് വർഷം പുറത്തിറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ചോദിക്കുക കേട്ടോ. അന്നേരം ഈ ഒരു ഡബ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ഭയങ്കരമായിട്ട് പെയിൻഫുള്ളായി. അപ്പോൾ ഇതൊക്കെ ശരിക്കും അനുഭവിക്കുന്നവരോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വർഷം അവിടെ നിന്ന് പോന്നു കഴിഞ്ഞിട്ട് വർഷം അമ്മയെ ഫോൺ വിളിക്കുക. പറമോളെ അമ്മ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സോറി അമ്മ എന്നും പറഞ്ഞുകൊണ്ട് വർഷം ഇങ്ങനെ സോറി പറയുമ്പം, സോറിയോ, നീ എന്തിനാ എന്നോട് സോറി പറയുന്നത്, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. എന്നെ പ്രസവിക്കുമ്പോൾ അമ്മ നല്ല വേദന അനുഭവിച്ചിരുന്നല്ലേ എന്ന് വർഷ ചോദിക്കും കേട്ടോ. അപ്പം നീ ഇതെന്ത് പറ്റി പെട്ടെന്ന് ഇപ്പം ഇങ്ങനെ കയറി ചോദിക്കുന്നതെന്ന് മഹിമ ചോദിക്കുമ്പം, ഇപ്പം ഞാനൊരു ഡെലിവറി സീൻ ഡബ് ചെയ്തിരുന്നമ്മേ, ആ നടി അഭിനയിക്കുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ ശരിക്കും പ്രസവിക്കുമ്പോൾ എത്രമാത്രം വേദന അനുഭവിക്കേണ്ടി വരും അമ്മയെന്നൊക്കെ ഇങ്ങനെ വർഷ ചോദിക്കുക. അന്നേരം അതെ, പ്രസവിക്കുമ്പോൾ വേദന ഉണ്ടാകും, അത് സഹിച്ചല്ലേ പറ്റുള്ളൂ എന്ന് ചോദിച്ചു കേട്ടോ മഹിമ. അമ്മേ ഒരു കുഞ്ഞു വേണമെങ്കിൽ വേദന സഹിക്കണമല്ലേ എന്ന് വർഷ ചോദിക്കുമ്പോൾ, എന്താ പെട്ടെന്ന് പ്രസവത്തെക്കുറിച്ചും കുഞ്ഞിനെ കുറിച്ചൊക്കെ പറയുന്നതെന്ന് അമ്മ ചോദിച്ചു. എന്താ വർഷേ വല്ല ഗുഡ് ന്യൂസും ഉണ്ടോ മഹിമ വർഷയോട് ചോദിക്കുക കേട്ടോ. നീ പ്രഗ്നൻ്റ് ആണോ മോളെ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ പ്രഗ്നൻ്റ് ഒന്നുമല്ല, അല്ല അതിനെക്കുറിച്ച് പറഞ്ഞെന്നെ പേടിപ്പിക്കാതെ അമ്മേ, അയ്യോ അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയോ എന്നൊക്കെ പറഞ്ഞപ്പോൾ, എന്തിനാ നീ പേടിക്കുന്നതെന്ന് ചോദിച്ചാൽ അമ്മ മോളോട്. ഡെലിവറി സീൻ ഡബ് ചെയ്തപ്പോഴേ എനിക്ക് അമ്മയെ ഓർമ്മ വന്നു എന്ന് വർഷ അമ്മയോട് പറയുക. അമ്മ എത്രമാത്രം വേദന സഹിച്ച എന്നെ പ്രസവിച്ചതെന്നാണ് ഞാൻ ചിന്തിച്ചത്, എന്നിട്ടും ഞാൻ അമ്മയെ വിഷമിപ്പിച്ചില്ലേ എന്നൊക്കെ വർഷ ചോദിക്കും അമ്മയോട്. അതുകൊണ്ടാണ് ഞാൻ അമ്മയെ സോറി പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതെന്നൊക്കെ പറയുമ്പോൾ, പോടി അവിടുന്ന്, നിൻ്റെ ഒരു കാര്യം എന്നും പറഞ്ഞു മഹിമ. ഞാൻ പിന്നെ വിളിക്കാട്ടോ അമ്മയെന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ രേവതിയും അതുപോലെ നമ്മുടെ ശ്രുതിയും കൂടെ ചായയൊക്കെ കുടിച്ചവിടെ ഉമ്മറത്തിരിക്കുമ്പോൾ വർഷ സങ്കടത്തോടെ അങ്ങോട്ട് കയറി ചെന്നു കേട്ടോ. അപ്പോൾ വർഷ ഇങ്ങനെ പരിസരം മറന്ന് കയറി ചെല്ലുമ്പോൾ, വർഷേ നിനക്കിതെന്താ പറ്റിയതെന്ന് ശ്രുതി ചോദിച്ചു. അല്ല നീ ലോകത്തൊന്നും അല്ലേ, നിനക്ക് എന്നാ പറ്റിയെന്ന് ചോദിച്ചു. അന്നേരം അതുവരെ എനിക്ക് ഒന്നുമില്ല ചേച്ചി എന്ന് പറഞ്ഞു. അല്ല നീ ഒന്ന് സ്റ്റുഡിയോയിൽ പോയില്ലേ, എനിക്കിന്ന് വർക്ക് ചെയ്യാനൊന്നൊരു മൂഡില്ലേ ചേച്ചി എന്ന് വർഷ പറഞ്ഞു. അതുകൊണ്ട് നേരത്തെ പോകുന്നതാണെന്നും പറഞ്ഞു. അപ്പോൾ അതേ ടേബിളിൽ കോഫി എടുത്ത് വെച്ചിട്ടുണ്ട്, പോയി എടുത്ത് കുടിച്ചോളാൻ രേവതി ഇങ്ങനെ വർഷയോട് പറയുക കേട്ടോ. അപ്പോൾ വർഷ ഇവിടെ നിന്ന് ഇങ്ങനെ ടെൻഷൻ അടിച്ച് വല്ലാണ്ടായി നിൽക്കുക. അപ്പോൾ രേവതി ചോദിച്ചു, എന്താ വർഷ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നത്, എന്തോ ടെൻഷൻ ഉള്ളതുപോലെ, എന്നാ കാര്യമെന്ന് രേവതി ചോദിക്കുമ്പോൾ, എനിക്ക് ആകെ പേടിയാകുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീകാന്ത് എന്തിയെന്ന് ചോദിക്കുമ്പോൾ, ശ്രീകാന്ത് നിന്നോട് വല്ലതും പറഞ്ഞു, നീയും ശ്രീകാന്ത് തമ്മിൽ ഒരു വഴക്കം കൂടിയോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ വർഷയോട് ഇവർ വിവരം ചോദിക്കുമ്പോൾ, ശ്രീകാന്തിനെ പറ്റി എന്നോട് മിണ്ടിപ്പോയേക്കരുത്, അവനെ ഞാൻ എൻ്റെ പരിസരത്ത് അടുപ്പിക്കാമല്ലോ എന്ന് പറഞ്ഞു. അവൻ കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് പേടിയുണ്ടെന്നൊക്കെ പറയുമ്പോൾ, അവൻ കാരണം നിനക്കെന്ത് സംഭവിക്കാനാണെന്ന് രേവതി ചോദിച്ചു. ഓ ചേച്ചി, അവൻ കാരണം ഞാൻ പ്രഗ്നൻ്റ് ആവുമോ എന്നുള്ളൊരു ഭയമുണ്ട് എനിക്കെന്ന് വർഷ പറയുമ്പോഴത്തേക്കും ശ്രുതിയും രേവതിയും ഒരൊറ്റ ചിരി. ഇന്ന് ഡബ് ചെയ്യുമ്പോഴേ സീരിയലിൽ വല്ലാത്തൊരു സീൻ കണ്ടു ചേച്ചി എന്ന് പറഞ്ഞു. എന്നിട്ടെന്നും പറഞ്ഞ് രേവതി ഇരിക്കാം. ആ സീനാണെങ്കിൽ എൻ്റെ മനസ്സിൽ നിന്നിട്ട് പോകണമില്ലേ ചേച്ചി എന്നും പറഞ്ഞ് അത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാവുകയാണെന്നും പറഞ്ഞു. അല്ല എന്ത് സീനാണ് നീ കണ്ടത്, അത് പിന്നെ ഒരു ഡെലിവറി സീനാണെന്ന് പറയുമ്പോൾ എന്നും പറഞ്ഞ് ഫുഡ് ഡെലിവറി സീൻ വല്ലതുമാണോ എന്ന് ചോദിച്ചു ശ്രുതിയെ. അല്ലെന്നേ ബേബി ഡെലിവറി സീനാണെന്ന് പറയുമ്പം ശ്രുതി ഇങ്ങനെ നോക്കുക. ഓ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സീൻ ഡബ് ചെയ്തതെന്നും പറഞ്ഞു. പിന്നെ പ്രസവ സമയത്ത് അതിൽ നായിക കരഞ്ഞു വിളിക്കുന്നത് ഞാൻ ഡബ് ചെയ്ത് ചേച്ചി. എൻ്റെ ദൈവമേ എന്തൊരു കരച്ചിലായിരുന്നെന്നറിയാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ ശ്രുതിക്ക് കുറച്ചുകൂടി ആകാംക്ഷ കേൾക്കാൻ. ആക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെങ്കിലേ ശരിക്കും പ്രസവിക്കുമ്പോൾ എങ്ങനെയായിരിക്കും, എൻ്റെ അമ്മയെ നല്ല പേരുണ്ടാവുമല്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ രേവതിയും ശ്രുതിയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പം, പിന്നല്ലാതെ ഉണ്ടാകും, പ്രസവ വേദനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് നീ കേട്ടിട്ടില്ലേ എന്ന് വർഷ ചോദിക്കും. അപ്പോൾ 10 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ, ആ സമയത്ത് നമ്മളെല്ലാവരും കെയർ ചെയ്യും, 10 മാസം ജോലി അടിച്ച് ഈസി ആയിട്ട് പ്രസവിക്കാവുന്ന ഞാൻ കരുതി വെച്ചിരുന്നത്, ഇത് ഇത്രയും റിസ്ക് ഉള്ള കാര്യമാണെന്ന് ഞാൻ അറിഞ്ഞില്ലേ, എൻ്റെ അമ്മോ എനിക്ക് ഓർക്കാനും കൂടി കഴിയുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ഈ ഒരു ഇതിങ്ങനെ പറയുമ്പോൾ, ജോലി അടിക്കാനോ 10 മാസവും കഷ്ടപ്പാടാണ് മോളെ എന്ന് ശ്രുതി അങ്ങ് ചാടി കയറി പറഞ്ഞു. അപ്പോൾ രേവതിയൊക്കെ ഇങ്ങനെ നോക്കുക. ആദ്യത്തെ 2-3 മാസം ഛർദിയായിരിക്കും. ഒന്ന് പ്രസവിച്ചതായതുകൊണ്ട് ശ്രുതിക്ക് കൃത്യമായിട്ട് വിവരങ്ങൾ അറിയാലോ. അപ്പോൾ രേവതിയും പക്ഷേ ഇങ്ങനെ അന്തം വിട്ട് നോക്കുക. നേരാവണ്ണം ഫുഡ് കഴിക്കാനൊന്നും പറ്റത്തില്ല, തലകറക്കൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ശ്രുതി നല്ല ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയണു. അപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും ഇങ്ങനെ നോക്കുക കേട്ടോ. പിന്നെ ഒരു 4 മാസമൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ പറ്റും, കുറച്ചായിട്ട് വെയിറ്റ് കൂടാനും തുടങ്ങുമെന്നൊക്കെ പറഞ്ഞു. 6 മാസം ആകുമ്പോൾ കാലുകഴപ്പും ബാക്ക് പെയിനും ഒക്കെ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് നമ്മുടെ ശ്രുതി പറയാം പ്രസവിച്ച കാര്യങ്ങളെ. ഇവർ രണ്ടുപേരും അന്തം വിട്ട് നോക്കിയിരിക്കും കേട്ടോ. ഇവർക്ക് രണ്ടുപേർക്കും അറിയില്ല, അപ്പോൾ ശ്രുതിക്കെല്ലാം അറിയാമല്ലോ. അപ്പോൾ ഒരു 7 മാസമൊക്കെ ആകുമ്പോൾ ബേബി വയറ്റിൽ നന്നായിട്ട് വളരും, കുഞ്ഞ് ചവിട്ടുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നുമെന്നൊക്കെ പറഞ്ഞേ. അന്നേരമല്ലേ ഇവരിങ്ങനെ നോക്കുക. ആ സമയത്ത് ശരിക്കും ഉറങ്ങാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല, നല്ല ടയേർഡായിരിക്കും എന്നൊക്കെ പറഞ്ഞ്
പിന്നെ കാലിലൊക്കെ നീര് വരുമെന്നൊക്കെ പറഞ്ഞ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ഇരുന്നിടത്തുനിന്ന് എഴുന്നേക്കാൻ ബുദ്ധിമുട്ട്, നടക്കാൻ ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ടുകളൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല മോളെ എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ നോക്കുക കേട്ടോ. ജീവൻ പോകുന്നത് പോലത്തെ ഒരു അവസ്ഥയാണെന്നൊക്കെ പറഞ്ഞു. ഈ വേദനയൊക്കെ സഹിച്ച് കുഞ്ഞു പിറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലുണ്ട്. എൻ്റെ പൊന്നോ, അതൊക്കെ അനുഭവിച്ച് തന്നെ അറിയണം മോളെ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശ്രുതി പറയുമ്പോൾ എന്നും പറഞ്ഞ് ഇവരെ തള്ളിപ്പിടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ കണ്ണ് രണ്ടുപേരും. അപ്പോഴാണ് ശ്രുതിക്ക് കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലായത്. അപ്പം നിങ്ങളെന്താ എന്നെ ഇങ്ങനെ തന്നെ നോക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ശ്രുതി അമ്മയാണോ എന്ന് രേവതി അന്നേരം ശ്രുതിയോട് ചോദിച്ചു. അയ്യോ, അമ്മയോ? അല്ല അല്ല ഗർഭിണിയായ ഒരു കുഞ്ഞിനെ പ്രസവിച്ച അനുഭവം ഉള്ളതുപോലെയാണല്ലോ ശ്രുതി പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അതോ, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് കരുതി ഇങ്ങനെയൊക്കെ ചോദിക്കാവോ? ആരെങ്കിലും കേൾക്കുവാണെങ്കിൽ എന്ത് വിചാരിക്കുമെന്ന് ശ്രുതി ഒന്നും ചോദിക്കട്ടോ. എൻ്റെ പാർലറിൽ വരുന്ന ചില ക്ലൈൻസേ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ എന്നോട് ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെയാ എനിക്കിതൊക്കെ മനസ്സിലായത് എന്ന് ശ്രുതി പറയുമ്പോൾ എന്നും പറഞ്ഞ് രേവതിയും വർഷയും ഒരു തലയാട്ട്. അപ്പോൾ 10 മാസം കഷ്ടമാണല്ലേ എന്ന് ചോദിച്ചു. അന്നേരം എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക കേട്ടോ ശ്രുതി. അന്നേരം ഒരു കഷ്ടവും ഇല്ല. നമ്മുടെ അമ്മമാർ നമ്മളെ പ്രസവിച്ചതേ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെയല്ലേ എന്ന് രേവതി വർഷയോട് ചോദിക്കും കേട്ടോ. വർഷേ, അതൊരു സുഖമുള്ള അനുഭവമാണെന്നേ. അപ്പോൾ എന്തോന്ന് സുഖമുള്ള അനുഭവമാണെന്നാ ചേച്ചി പറയുന്നത്? വേദന ഉണ്ടാകുന്ന മുൻകൂട്ടി അറിഞ്ഞിട്ടും ചേച്ചിയുടെ അമ്മ 3 പ്രസവിച്ചു. ഇവിടുത്തെ ആൻറ്റിയും 3 പ്രസവിച്ചില്ലേ? ഇവരൊക്കെ മണ്ടികളാണോ എന്ന് വർഷ ചോദിക്കാം. എന്തിനാ ഇങ്ങനെയൊക്കെ ത്യാഗം ചെയ്യുന്നേ? അപ്പം മുൻപൊക്കെ സ്ത്രീകളെ 5ഉം 10ഉം ഒക്കെ പ്രസവിക്കാറുണ്ടായിരുന്നു. അപ്പം ഇതാണല്ലേ അക്കാലത്തെ ആണുങ്ങളുടെ ഹോബി എന്ന് വർഷ ചോദിക്കും. ഈ പെണ്ണിൻ്റെ ഒരു കാര്യമൊന്നും പറഞ്ഞിരിക്കുക വർഷ. ഞാൻ കാര്യമല്ലേ ചേച്ചി പറഞ്ഞേ? ആണുങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല. സ്ത്രീകൾ വേദന സഹിക്കണം, സ്ത്രീകളെല്ലാം അനുഭവിക്കണം. അയ്യോ, എനിക്കിത് ഓർക്കുമ്പോൾ തന്നെ പേടിയാവുകയാണെന്നും പറഞ്ഞു നമ്മുടെ വർഷ. എടി, പേടിക്കാനൊന്നുമില്ല വർഷേ. പിന്നെ നോക്ക്, പിറന്ന കുഞ്ഞിനെ ഇങ്ങനെ നോക്കുമ്പോഴേ അനുഭവിച്ച വേദനയൊക്കെ ആ അമ്മ മറന്നങ്ങ് പോകുമെന്ന് രേവതി പറഞ്ഞു കൊടുക്കുക. ആ കുഞ്ഞ് ചിരിക്കുമ്പോഴും അതുപോലെ നടക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ അമ്മ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. അത് നിനക്കറിയാവോ എന്ന് രേവതി ചോദിക്കുക. അതിനേക്കാളും വലുതായി അവർക്കൊന്നും ഉണ്ടാവില്ല വർഷയെന്ന് പറയുക കേട്ടോ. അന്നേരം ശ്രുതിയുടെ മനസ്സിൽ തട്ടിയത് ആ ഡയലോഗ്. ശ്രുതി അന്നേരത്തേക്ക് മനസ്സ് വേദനിച്ചിങ്ങനെ നിൽക്കുക. അതുകൊണ്ട് തന്നെ അവർ എത്ര കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിലും ജന്മം നൽകുമെന്നുള്ള കാര്യം പറയുക. അവർക്ക് വേദന അതൊരു പ്രശ്നമേ അല്ലാന്നും, വേദന പ്രശ്നം തന്നെയാണ് ചേച്ചി, എനിക്കാണെങ്കിൽ അതൊന്നും സഹിക്കാനും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് വർഷം ഇങ്ങനെ പറയുമ്പം നിന്റെ ശരീരത്തിലെ എല്ലുകളെല്ലാം ഒരേ സമയം അടിച്ചോടിച്ചാൽ എങ്ങനെയിരിക്കും? പ്രസവ സമയത്ത് അതുപോലെ വേദന ഉണ്ടാകുമെന്നുള്ള കാര്യം നമ്മുടെ ശ്രുതി പറഞ്ഞു കൊടുക്കുക. അയ്യോ എൻ്റെ അമ്മേ, അയ്യോ എനിക്ക് ആ വേദന ഒന്നും സഹിക്കാൻ പറ്റൂലേ, ഞാൻ പ്രസവിക്കില്ല എന്നും പറഞ്ഞ ഈ വർഷ. ചേടാ, അപ്പം നിനക്ക് കുഞ്ഞു വേണ്ടേ വർഷ എന്ന് രേവതി ചോദിച്ചു. അപ്പം നിങ്ങൾ പ്രസവിക്കുമല്ലോ, അതിൽ ഒരു കുഞ്ഞിനെ ഞാൻ ദത്തെടുത്തോളാവെന്ന് വർഷ അന്നേരം പറയുക എന്നും പറഞ്ഞിങ്ങനെ രേവതിയും ശ്രുതിയും ചിരിച്ചോണ്ട് നിൽക്കുന്നു. നമ്മൾ 3 പേരിൽ ആർക്ക് കുഞ്ഞ് പിറന്നാലും ആ കുഞ്ഞ് നമ്മുടെ 3 പേരുടെയും കുഞ്ഞാ. അത് വേറെ. സ്വന്തം കുഞ്ഞ് വേണ്ടേ വർഷേ? അപ്പം വേണ്ട, അതിനുള്ള വിൽ പവർ ഒന്നും എനിക്കില്ല എന്ന് വർഷ പറയാം. അപ്പോൾ ശ്രീകാന്ത് കുഞ്ഞു വേണമെന്ന് പറഞ്ഞ് നീ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു. അവന് കുഞ്ഞു വേണമെങ്കിൽ അവൻ പ്രസവിക്കട്ടെ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് വർഷ നേരത്തേക്ക് രേവതിയോട് പറയാം. ഇത് കേട്ടപ്പോൾ ഈ വിഷയത്തിൽ നീയും ശ്രീകാന്തും തമ്മിൽ ഒരു ഫൈറ്റ് ഉറപ്പാകട്ടോ എന്ന് ശ്രുതി അന്നേരം പറഞ്ഞു. ഫൈറ്റ് ഒന്നും ഉണ്ടാകാൻ പോണില്ല, ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് വർഷ പറയുക ഇവരോട്. ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് എന്നും പറഞ്ഞ് വർഷ ഇങ്ങനെ അവിടെ നിന്ന് പോണു. തൊട്ടടുത്ത നിമിഷം നമ്മുടെ അച്ചമ്മയെയും കൊണ്ടുവന്നിരിക്കുന്നു നമ്മുടെ സച്ചി. അച്ചമ്മ വന്നപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ തലയ്ക്ക് കയ്യും കൊടുത്ത് അവിടെ ഇങ്ങനെ കിടക്കുക. അമ്മയെ കണ്ടില്ല, അമ്മ തുറിച്ച് നോക്കുവാണ് നമ്മുടെ ചന്ദ്രചേച്ചിയെ. അപ്പോൾ ഇവരകത്തേക്ക് കയറി വന്നു. ചന്ദ്രേ എന്നും പറഞ്ഞ് അച്ചമ്മ വിളിച്ചു. ഇരുന്നിടത്തും ചാടി അങ്ങ് എഴുന്നേറ്റ് അമ്മേ എന്നും പറഞ്ഞുകൊണ്ട്. അമ്മ വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ, എന്താ പെട്ടെന്ന് വന്നത് എന്നിങ്ങനെ ചന്ദ്ര അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ ഇങ്ങനെ ഒരു നോട്ടം. അപ്പോൾ അമ്മ, അതായത് ചന്ദ്ര തുറിച്ച് രേവതിയെ നോക്കുക. എനിക്ക് തോന്നുമ്പോൾ വരും പോകും. അത് ചോദ്യം ചെയ്യും, നീ ആരാ ഇവിടെ വരാൻ? മുൻകൂട്ടി അനുവാദം നിന്റെ മേടിക്കണം എന്ന് വല്ല നിർബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചു. അയ്യോ, അനുവാദമൊന്നും ചോദിക്കണ്ട അമ്മേ, ഈ അടുത്തല്ലേ അമ്മ വന്നു പോയത്, അതാ ഞാൻ പെട്ടെന്ന് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായി, അതുകൊണ്ടാണ് ഞാൻ വന്നേ എന്ന് അമ്മ ഇങ്ങനെ പറയുക. എന്താ നിന്റെ വിചാരമെന്ന് ചോദിച്ചു. എന്തൊക്കെയാണ് നീ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അന്നേരം ചന്ദ്ര ഇങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ, ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോഴും രേവതിയെ തുറിച്ച് നോക്കിക്കൊണ്ടാണ് ചന്ദ്ര നിൽക്കുന്നത്. അന്നേരം അച്ചമ്മ ഇങ്ങനെ ഈ രേവതിയെ ചന്ദ്ര നോക്കുന്നത് കണ്ടു. എന്തിനാ നീ അവളെ നോക്കി പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചു. ഞാനോ? ഒന്നുമില്ല അമ്മ എന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ അവളെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് അച്ചമ്മ ചന്ദ്രയോട് മാന്യമായ ഭാഷയിൽ പറയാം.
അപ്പം ഞാനാ അച്ഛമ്മയോട് എല്ലാം പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നതെന്നുള്ള കാര്യം സച്ചി പറയുമ്പോൾ ചന്ദ്രയുടെ തലക്കെട്ടുള്ള അടിയായിപ്പോയി സച്ചിയുടെ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സൂപ്പർ ഹിറ്റ് കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. ടാറ്റാ.